കർഷകർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ പദ്ധതി. വർഷം തോറും 6000 രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ഇന്നും പൂർണ്ണമായും പലർക്കും അറിവില്ല. PM കിസാൻ പദ്ധതിയെക്കുറിച്ച് പലർക്കും ഇപ്പോഴും ചെറിയ സംശയങ്ങളുണ്ട്. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണോ, കേരളത്തിൽ ഇത് കിട്ടുമോ എന്നാണ് പ്രധാന ചോദ്യം. ഇതിനുള്ള മറുപടി തീർച്ചയായും കിട്ടുമെന്നാണ്. കേരളത്തിലെ കൃഷിവകുപ്പ് വഴിയാണ് ഇതിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് വർഷം തോറും 6000 രൂപ വീതം 3 തവണകളായി ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന പദ്ധതിയാണിത്. കൃഷി ആവശ്യങ്ങൾക്കും കുടുംബത്തിന്റെ മറ്റു ചെലവുകൾക്കുമായി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഓരോ 4 മാസം കൂടുമ്പോഴും 2000 രൂപ വീതം 3 ഘടുക്കളായാണ് ഈ തുക ലഭിക്കുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഇതിന് അർഹതയുള്ളതെന്ന് നോക്കാം. സ്വന്തമായി കൃഷിഭൂമിയുള്ള ഏത് കർഷക കുടുംബത്തിനും ഇതിൽ ചേരാം. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഭർത്താവ്, ഭാര്യ, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്നിവരാണ് ഉൾപ്പെടുന്നത്. എന്നാൽ ചിലർക്ക് ഇതിൽ അപേക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ആദായ നികുതി അടയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. അതുപോലെ സർക്കാർ ജോലിയുള്ളവർ, മാസപ്പടി 10000 രൂപയിൽ കൂടുതൽ വാങ്ങുന്ന പെൻഷൻകാർ എന്നിവരും ഇതിനു പുറത്താണ്. പലപ്പോഴും കർഷകർ പരാതി പറയാറുണ്ട്, എനിക്ക് ആദ്യത്തെ 2 തവണ പണം കിട്ടി, ഇപ്പോൾ കിട്ടുന്നില്ല എന്ന്. ഇതിന് പ്രധാനമായി 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് KYC ആണ്. 2026 ഈ KYC നിർബന്ധമാണ്. നിങ്ങളുടെ ആധാർ കാർഡും ഫോൺ നമ്പറും തമ്മിൽ ബന്ധിപ്പിച്ച് PM കിസാൻ പോർട്ടലിൽ ഇത് പൂർത്തിയാക്കണം. രണ്ടാമത്തെ കാര്യം ലാൻഡ് ഡീഡിംഗ് ആണ്. നിങ്ങളുടെ ഭൂമിയുടെ രേഖകൾ കൃത്യമായി പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃഷിഭവനിൽ പോയി ഉറപ്പുവരുത്തുക. മൂന്നാമത്തേത് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിക്കുക എന്നതാണ്. പണം നേരിട്ട് ബാങ്കിലേക്ക് വരുന്ന DBD രീതി ആയതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്ന് നോക്കാം. ഇതിനായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട. PM കിസാൻ വെബ്സൈറ്റിൽ കയറുക. അവിടെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകി OTP വഴി ലോഗിൻ ചെയ്താൽ ഓരോ ഘടവും വന്ന തീയതിയും അക്കൗണ്ട് വിവരങ്ങളും കാണാം. രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെങ്കിൽ ആ പേജിൽ തന്നെ അത് കണ്ടെത്താനുള്ള വഴിയുണ്ട്. 2026 മൊബൈൽ ആപ്പ് വഴിയും ഈ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാണ്. ഫേസ് ഓതന്റിക്കേഷൻ വഴി KYC ചെയ്യാനുള്ള സൗകര്യവും ഇപ്പോൾ ആപ്പിലുണ്ട്. പുതിയതായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സ്വന്തമായോ രജിസ്റ്റർ ചെയ്യാം. ആധാർ കാർഡ്, നിങ്ങളുടെ പേരിലുള്ള ഭൂമിയുടെ കരമടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് വേണ്ടത്. അപേക്ഷിക്കുമ്പോൾ നൽകുന്ന പേര് ആധാർ കാർഡിലെ പോലെ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു അക്ഷരം പോലും തെറ്റരുത്. അതുപോലെ ബാങ്ക് അക്കൗണ്ട് നിലവിൽ ആക്റ്റീവ് ആണെന്നും ഉറപ്പുവരുത്തണം. ഒരു പ്രധാന അറിയിപ്പ് പറയാനുള്ളത്, തെറ്റായ വിവരങ്ങൾ നൽകി പണം കൈപ്പറ്റുന്നവർക്കെതിരെ സർക്കാർ കർശന നടപടി തുടങ്ങിയിട്ടുണ്ട്. ആദായ നികുതി അടയ്ക്കുന്നവരും മറ്റും അയോഗ്യതയുള്ളവരും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ നോട്ടീസ് വരുന്നുണ്ട്. അതുകൊണ്ട് അർഹരായവർ മാത്രം ഇതിൽ തുടരാൻ ശ്രദ്ധിക്കുക. അർഹതയുണ്ടായിട്ടും പണം ലഭിക്കാത്തവർക്ക് പോർട്ടലിലെ ഗ്രീവൻസ് വിഭാഗത്തിൽ കയറി പരാതി നൽകാവുന്നതാണ്.